everyone. +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന, അതായത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. തിയറി ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ്ലി ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ആർ ദി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ്, GAAP നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സിന് അല്ലെങ്കിൽ അസംഷൻസ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇതിനെല്ലാം കൂടെ അറിയപ്പെടുന്ന പേരാണിത് ഗ്യാപ്പ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്? അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഗോയിങ് കൺസേൺ, അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഏതൊക്കെയായിരുന്നു പ്രിൻസിപ്പിൾസ്? ഡുവാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. അടുത്ത മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? കോസ്റ്റ് ബെനഫിറ്റ് പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, ടൈംലിനെസ്, സബ്സ്റ്റാൻസ് ഓവർ ലീഗാലിറ്റി, വാരിയേഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കുറേ എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പഠിച്ചേക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6 മാത്രം എടുത്തിട്ട് പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് ഗ്യാപ്പ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പറയും എക്സ്പ്ലെയിൻ എൻ എ ഫോർ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, ഏതെങ്കിലും 4 അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ എൻ എ ഫോർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്തെല്ലാം വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല നമുക്കറിയാം കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻസ് നിന്നും എക്സ്പീരിയൻസ് നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ആശയങ്ങളാണ്, വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വികസിപ്പിച്ചെടുത്തുള്ളതാണ് ഏത് കൺസെപ്റ്റ്സ്, ആശയങ്ങൾ എന്ന് പറഞ്ഞത്. എന്നാൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ആണ്, നിയമങ്ങളാണ്. അപ്പോൾ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്താണ്? ഈ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില പ്രിൻസിപ്പിൾസ് ആണ് ഇത് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിൽ വരുന്ന ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസിൽ നിന്നും കൺസെപ്റ്റ്സിൽ നിന്നും മോഡിഫൈങ് പ്രിൻസിപ്പിൾസിൽ നിന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനിലൂടെ നമുക്കൊരു ചാർട്ട് രൂപത്തിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യന് 2010 മാർച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ ആവാം. വിച്ച് എവർ ഈസ് ലോവർ. എന്നാൽ കോസ്റ്റ് പ്രൈസ് ആണോ ലോവർ എന്നുണ്ടെങ്കിൽ അതാണ് പരിഗണിക്കേണ്ടത്, മാർക്കറ്റ് പ്രൈസ് ആണ് ലോവർ എന്നുണ്ടെങ്കിൽ അതാണ് പരിഗണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു സ്റ്റോക്കിന് ഗുഡ്സിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസ് 10,000 രൂപയാണെന്ന് കരുതാം. എന്നാൽ മാർക്കറ്റ് പ്രൈസ് 12,000 രൂപയാണ്. നമ്മൾ ഏതാ പരിഗണിക്കുക? വിച്ച് എവർ ഈസ് ലോവർ. ഏതാണോ ലോവർ? ഏതാണ്? 10,000 അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് എമൗണ്ട്സ് ഒക്കെ വെച്ചുകൊണ്ടും തരും കേട്ടോ ക്വസ്റ്റിനെ. അപ്പോൾ ഏതാണോ ലോവർ അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം പ്രിൻസിപ്പിളിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദി ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. അതായത് നമ്മൾ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? നഷ്ടം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണോ അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറഞ്ഞിട്ടുള്ളത് ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ്. വരാനിരിക്കുന്ന ലാഭം എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നതിന് പകരം ബട്ട് ഓൺലി പോസിബിൾ ലോസസ്, വരാനിരിക്കുന്ന നഷ്ട സാധ്യതകളെ കുറിച്ചായിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ ആവാം എന്നുള്ളതൊക്കെയാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റീവ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദിസ് എസ്പെഷ്യലി ആപ്ലിക്കബിൾ ടു കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സിനാണ് ഈ പ്രിൻസിപ്പിൾ സാധാരണയായിട്ട് പ്രായോഗികമാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. അസറ്റ്സ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. അതായത് അസറ്റ്സ് നമ്മൾ എപ്പോഴും കാണിക്കുക, നമുക്കറിയാം ബാലൻസ് ഷീറ്റിലൊക്കെ നമ്മൾ കാണിക്കുന്നത് അതിന്റെ ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് ലെസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. ഇപ്പൊ ബിൽഡിംഗ് ആണെങ്കിൽ ഇത്ര രൂപ ലെസ് ഡിപ്രീസിയേഷൻ, അങ്ങനെയല്ലേ നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അങ്ങനെ അസറ്റ്സിന്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം എന്ന് പറയുന്നത്?
അസറ്റിന്റെ കോസ്റ്റ് നിന്നും ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണമെന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? അത് 2010 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനം ഒരുപാട് വർഷം നിലനിൽക്കും, അതിന് ഇൻഡെഫിനിറ്റ് പീരിയഡ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്നതാണോ? അല്ല, ലോങ് പീരിയഡ്, ഒരു 5 വർഷത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ് ലോങ് പീരിയഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളൊരു അർത്ഥം അതിനില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യും, പക്ഷെ അതിന്റെ ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കണം എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം. അപ്പോൾ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം തുടർന്നു പോവുക, ബിസിനസ് സ്ഥാപനം ഒരുപാട് കാലം നിലനിൽക്കണം, അതിന്റെ പീരീഡ് ഇൻഡെഫിനിറ്റ് പീരീഡ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം. അത് പ്രകാരം വന്ന ഏരിയ നമ്മൾ ഇനി പറയുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നതാണ് 2010 മാർച്ചിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. റവന്യൂ ഫ്രം ദി സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓർഡിനറിലി ഈസ് റിപ്പോർട്ടഡ് ആസ് പാർട്ട് ഓഫ് ദി ഏർണിംഗ് ഇൻ ദി പീരിയഡ് വെൻ ഡാഷ്. അതായത് റവന്യൂ ഫ്രം ദി സെയിൽ ഓഫ് പ്രൊഡക്ട്സ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടും. ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ വരുമാനം കിട്ടും. അത് പാർട്ട് ഓഫ് ദി ഏർണിംഗ് ഇൻ ദി പീരിയഡ്. അത് എന്തിന്റെ ഭാഗമാണ്? ആ വർഷം കിട്ടുന്ന ഏർണിങ്സ്, സമ്പാദ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്? പ്രൊഡക്ട്സ് വിൽക്കുന്നവരിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. വെൻ ഡാഷ്, അത് എപ്പോഴാണ് ആ റവന്യൂ ഉണ്ടാവുക? അതിനുള്ള ആൻസർ ആണ് എന്ത്? വെൻ സെയിൽസ് ഈസ് മെയ്ഡ്. അപ്പോൾ റവന്യൂ ഫ്രം ദി സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓർഡിനറിലി ഈസ് റിപ്പോർട്ടഡ് ആസ് പാർട്ട് ഓഫ് ദി ഏർണിംഗ് ഇൻ ദി പീരിയഡ് വെൻ സെയിൽസ് ഈസ് മെയ്ഡ്. അപ്പോൾ അവിടെ വെൻ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആ ക്വസ്റ്റ്യനും ഈ ഇവിടെ വരുന്ന പ്രിൻസിപ്പിളും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെയിൽസ് നടത്തുമ്പോഴാണ് ആ പ്രൊഡക്ട്സ് വിൽക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുക? വരുമാനം കിട്ടും എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് ആണ് അടുത്ത ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 2010 മാർച്ചിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. അപ്പോൾ നമ്മളിവിടെ പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെന്റൻസ് ഇത് തരുന്നുള്ളൂ. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് 2 വശങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പർച്ചേസ് ഓഫ് ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു, അവിടെ 2 വശമുണ്ട്. എന്താണ്? ഒന്ന് ക്യാഷ് കൊടുത്തു, നമുക്ക് ഫർണിച്ചർ കിട്ടി. നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യണമല്ലോ. ആ ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു, ഫർണിച്ചർ നമുക്ക് കിട്ടി. അവിടെ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ റിസീവിങ് ആസ്പെക്റ്റ് എന്താ? പൈസ കൊടുക്കുമ്പോൾ ഫർണിച്ചർ കിട്ടുന്നു. അതാണ് ഏത്? റിസീവിങ് ആസ്പെക്റ്റ്. ആ റിസീവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും അല്ലേ? റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യും. ഫർണിച്ചർ എന്ന് പറയുന്ന വസ്തു കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ഗിവിങ് ആസ്പെക്ട് ഏതാണ്? ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അതുപോലെ റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യും എന്ന് പറയുന്നതും ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്നുള്ളതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഡ്യുവാലിറ്റി കൺസെപ്റ്റ് അല്ല, പ്രിൻസിപ്പിൾ. ഡ്യുവാലിറ്റി ഓർ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് 2 വശങ്ങളുണ്ട്. അതായത് ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും, അതിലൊരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഏതിലാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിലാണ്. ഇനി നെക്സ്റ്റ് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 2011 മാർച്ചിലും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ 2016 മാർച്ചിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് കൺസെപ്റ്റ് മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഓണർ. അത് ബിസിനസ്സിനും ഓണർക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതായത് ബിസിനസ്സും ഓണറും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് അത് രണ്ടും 2 ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബിസിനസ്സിനും ഓണർക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഓണർ എന്ന് വന്നിട്ടുണ്ട്, സെപ്പറേഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഓണർ എന്നുള്ള രൂപത്തിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റു രീതിയിലും കൂടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ് ആർ റെക്കോർഡഡ് ഡ്യൂ ടു ഡാഷ് പ്രിൻസിപ്പിൾ. ബിസിനസ്സിനും ഓണർക്കും ഇടയിലുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? അത് 2017 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബിസിനസ്സും ഓണറും 2 ആണ്, ഒന്നല്ല. അതായത് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയാണ് അതിനെ നമ്മൾ 2 ആയിട്ട് കാണുന്നത്. അങ്ങനെ പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിലാണ്.
അപ്പോൾ ബിസിനസ് എന്നും ഓണർ എന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഏത് കൺസെപ്റ്റ് ആണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടുപേരും പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാ വരിക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ ഓർത്ത് വെക്കേണ്ടത്, ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഇറ്റ് അപ്ലൈസ് ടു ഓൾ ഫോംസ് ഓഫ് ബിസിനസ് ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. എല്ലാ സ്ഥാപനങ്ങളിലും ഇതെന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ സോൾ ട്രേഡിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് നടത്തുന്ന ആൾ ആരാണോ അയാളെയാണ് നമ്മൾ ഓണർ എന്ന് പറയുന്നത്. ആ ഓണർ തന്നെയാണ് അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ എല്ലാം എങ്കിലും കൂടി ആ ഓണർക്ക് ആ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓണറാണ് എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, റെക്കോർഡ് ചെയ്തു വെക്കേണ്ടി വരും. എന്നെങ്കിൽ ആ ബിസിനസ്സിൻ്റെ യഥാർത്ഥ റിസൾട്ട് അയാൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ പോലും അവിടെ ബിസിനസ് ഓണറും ഒന്നല്ല രണ്ട് തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2011 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. റവന്യൂ ഈസ് ജനറലി റെക്കഗ്നൈസ്ഡ് ബീയിങ് ഏൺഡ് അറ്റ് വെൻ ഡാഷ്. അതായത് റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്, അതായത് റവന്യൂ ഈസ് ജനറലി റെക്കഗ്നൈസ്ഡ് ബീയിങ് ഏൺഡ്, വരുമാനം നമ്മൾ നേടിയതായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, സെയിൽസ് നടക്കുമ്പോഴല്ലേ. സെയിൽസ് നടന്നാലല്ലേ വരുമാനം കിട്ടുള്ളൂ. റവന്യൂ കിട്ടാനുള്ള മെയിൻ സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, സെയിൽസ്. അപ്പോൾ വെൻ ഡാഷ് എപ്പോഴാണ്, സെയിൽസ് ഈസ് എഫക്റ്റഡ്. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് അറിയാലോ, ഏതാണ്, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു ഡാഷ് പ്രിൻസിപ്പിൾ frequent changes in accounting policies adversely affect the reliability of information. അതായത് അക്കൗണ്ടിങ് നയങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇൻഫോർമേഷന്റെ വിശ്വാസ്യതയെ ബാധിക്കും എന്ന് പറയുന്ന ഏത് പ്രിൻസിപ്പിളാണ്? 2011 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന്റെ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, സ്ഥിരതാ തത്വം അല്ലേ. അപ്പോൾ ആ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും. അപ്പോൾ അതിൽ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് എല്ലാ വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇനി അഥവാ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം, പക്ഷെ അത് എന്ത് ചെയ്യരുത്, ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തരുത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ചെയ്യുകയും ചെയ്യണം, ഇന്ന മെത്തേഡിലാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തുണ്ടായാലും അപ്പോൾ അവിടെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ തന്നെ 2016 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫോളോ സെയിം അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷവും ഒരേ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതും ഏത് പ്രിൻസിപ്പിളാണ്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ്. അതിൽ നിന്ന് തന്നെ 2018 സേ എക്സാം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ബിസിനസ് ചാർജസ് ഡിപ്രീസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഇറ്റ് ഫോളോസ് ദി സെയിം മെത്തേഡ് ഇൻ ദി സബ്സിക്വന്റ് ഇയേഴ്സ്. തുടർന്ന് വരുന്ന വർഷങ്ങളിലും അതേ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നതും ഏത് പ്രിൻസിപ്പിളാണ്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കേട്ടോ. കൺസിസ്റ്റൻസി തന്നെ സ്ഥിരത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പ്രധാനപ്പെട്ടതാണെന്നുള്ള മനസ്സിലായല്ലോ. 3 പ്രാവശ്യമായിട്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ഹാവ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇൻ എവിഡൻസ് ഓഫ് ഇറ്റ്. 2012 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ 2015 ചോദിച്ചിട്ടുണ്ട്, അതുപോലെ 2017 ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് നോക്കാം. എല്ലാ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഡോക്യുമെന്റ്, തെളിവിനായിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൗച്ചേഴ്സ്, ബില്ല്, ഇൻവോയ്സസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മളിത് പഠിക്കുന്ന സമയത്ത് നോട്ടും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏത് പ്രിൻസിപ്പിളാണ്? യെസ്, ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ. വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ പ്രിൻസിപ്പിൾ പ്രകാരം
This principle states that the accounting data provided in the books of accounts should be verifiable and dependable. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും വെരിഫൈ ചെയ്തിരിക്കണം, അത് ഒന്നിനോട് ഡിപ്പെൻഡബിൾ ആയിരിക്കണം. അതായത് ഫിഗേഴ്സ് ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ഹാവ് സപ്പോർട്ടീവ് എവിഡൻസ് സച്ച് ആസ് ബിൽസ്, വൗച്ചേഴ്സ്, ഇൻവോയ്സസ് ഓഫ് പർച്ചേസസ് ആൻഡ് സെയിൽസ് എക്സെട്ര. ഇതൊക്കെ എല്ലാവരും പഠിച്ചതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതൊന്നും അത്ര ഇൻഡയറക്റ്റ് ഒന്നല്ല, നമ്മൾ എഴുതി പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനായാലും ഇത് ഏത് പ്രിൻസിപ്പിളാണ്? വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അവിടെ എന്തുണ്ടായിരിക്കണം? എവിഡൻസ് ആയിട്ട് ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് ഏതാണ്? ബിൽസ്, വൗച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണെന്നുള്ളതാണ് 2015 ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2017 മാർച്ച് ചോദിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. അതായത് തെറ്റുകളിൽ നിന്നും ഫ്രീ ആയിരിക്കണം, മിസ്റ്റേക്കുകളൊന്നും വരാൻ പാടില്ല അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഏതാണ്? വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതായത് ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിന് സപ്പോർട്ടീവായിട്ട് ഡോക്യുമെന്റ്സ്, ബില്ലോ, വൗച്ചറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇത് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓർ ഇൻഡെഫിനിറ്റ് ലൈഫ് ഓർ ലോങ് പീരിയഡ് അല്ലെങ്കിൽ നോട്ട് ലിക്വിഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കൺസെപ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. 2012, 2016 2 വർഷത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഒരു ബിസിനസ് സ്ഥാപനം ഒരുപാട് കാലം ലോങ് പീരിയഡ് നിലനിൽക്കണം, അല്ലെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് ആയിരിക്കണം, അത് ഒരുപാട് കാലം നിലനിൽക്കണം, ലോങ് പീരിയഡ് അല്ലെങ്കിൽ നോട്ട് ലിക്വിഡേറ്റ്, അത് പിരിച്ചുവിടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം. അത് പ്രകാരം നേരത്തെ ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ബിസിനസ് സ്ഥാപനം ലോങ് പീരിയഡ് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന അസറ്റ്സിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഡെപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഡെപ്രീസിയേഷൻ കാണിക്കണം എന്ന് പറയുന്നതും ഏത് കൺസെപ്റ്റിലാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫേം പർച്ചേസ്ഡ് പെൻ ആൻഡ് പേപ്പർ വെയിറ്റ് ആൻഡ് ഇൻക്ലൂഡഡ് ദീസ് ഐറ്റംസ് അണ്ടർ ദി ഹെഡ് സ്റ്റേഷനറി. അതായത് പേന, പേപ്പർ വെയിറ്റ് തുടങ്ങിയ സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിയത് ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് കൊണ്ടിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് എവിടെ തന്നെ കാണിക്കണം? സ്റ്റേഷനറി എന്ന് പറയുന്ന ഹെഡിങ് തന്നെ ഉൾപ്പെടുത്തണം. അതേസമയം ഫർണിച്ചർ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ ഏത് ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തണം? ഫർണിച്ചർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈനംദിനുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്, സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അത് ദൈനംദിന ഉപയോഗത്തിനാവാം അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാവാം. എന്തായാലും അത് സ്റ്റേഷനറി ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അത് സ്റ്റേഷനറി എന്ന് പറയുന്ന ഹെഡിങ്ങിൽ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ എന്താണ് ഈ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ഡിസ്ക്ലോസിംഗ് ഓഫ് ഐറ്റംസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അക്കൗണ്ടിലാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഐറ്റം നമ്മൾ അതിൽ എഴുതുന്ന സമയത്ത്, ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതായത് ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമുള്ള വ്യക്തികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻ ആണെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാവൂ. അത് അതാതിൻ്റെ ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തി റെക്കോർഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എവിടെ പറയുന്നത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ബിസിനസ് ആർ നോട്ട് റെക്കോർഡഡ് ബിക്കോസ് ഓഫ് ദി ഡാഷ് കൺസെപ്റ്റ്. 2013 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ബിസിനസിന്റെ ഗുണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒന്നും, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ഏത് കൺസെപ്റ്റ് കാരണമാണ് അങ്ങനെ റെക്കോർഡ് ചെയ്യാത്തത്? ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് അല്ലെ. പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യാവൂ എന്നുള്ളതാണ് ഏത് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് അല്ലെ. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടിയെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം അത്രയും ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ അത്രയും ഏബിൾ ആണ്, അല്ലെങ്കിൽ ഒരു മാനേജറെ അപ്പോയിന്റ് ചെയ്തെന്നോ എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല അല്ലേ. അത് പകരം എന്ത് ചെയ്യും? അതിന് പകരം എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത്ര രൂപയുടെ സാധനം വാങ്ങി അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സാധനം വിറ്റു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അത് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അപ്പോൾ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2015 മാർച്ചിൽ വന്നതാണ്. ദി ക്വാളിറ്റി ഓഫ് മാൻ പവർ ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് മാൻ പവർ, ഒരു ആളുടെ, ഒരു തൊഴിലാളിയുടെ മാൻ പവർ, അതായത് മാൻ പവറിന്റെ ക്വാളിറ്റി, ഗുണം എന്താണെന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യുന്നില്ല. ഒരു തൊഴിലാളിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പൊ അതും ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്?
മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന 2016 മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, റെക്കോർഡിംഗ് ഓഫ് മോണിറ്ററി ഈവൻസ് ഓൺലി. മോണിറ്ററി ഈവൻസ് പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതും ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫേം ഡിസൈഡഡ് ടു മേക്ക് എ പ്രൊവിഷൻ ഫോർ bad and doubtful debts at the rate of 10% on debtors. Name the relevant accounting principle and explain. ഇവിടെ നമുക്ക് 2 മാർക്കും ചോദിച്ചതാണ്. ഏതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നും പറയണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 2013 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്, 2015 ചോദിച്ചിട്ടുണ്ട്, 2019 മാർച്ചിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കിട്ടാതെ കിടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്സിൽ കിടക്കുന്നതാണ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ മാറ്റി വെക്കണം എന്ന് പറയുന്നത്, അതായത് ഒരു സംഖ്യ അതിന് മാറ്റി വെക്കണം എന്നുള്ളത് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഏതാണ്? കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് കേട്ടോ. അപ്പോൾ കൺസർവേറ്റീവ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പ്രകാരം മൂന്നാമത്തെ കാര്യമായി ഒന്ന് എന്തായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്. പിന്നെയോ നോ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. അതായത് പ്രോഫിറ്റ്, ലാഭം എത്ര ഉണ്ടാക്കാം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കാം, അത് നമ്മൾ എന്തെല്ലാം തുക മാറ്റി വെക്കേണ്ടത് എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ മൂന്നാമത്തെ കാര്യം കൂടെ വന്നു. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ മാറ്റി വെക്കണം. അത് ഇതിലാണ് വരുന്നത്. നോ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ് എന്നുള്ള കാറ്റഗറികൾ ഉൾപ്പെടുത്താം നമുക്ക്. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ്? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ 2015 മാർച്ചിൽ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ഒരേ ഇയറിൽ ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കണം അത് എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ AFS ലാണെങ്കിലും മറ്റൊന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് ഏതാണ്? കൺസർവേറ്റീവ്സ്. അപ്പോൾ ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ് എന്ന് കാണുമ്പോൾ തന്നെ കൺസർവേറ്റീവ്സം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇത്രയും പ്രിൻസിപ്പിൾസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കൺസർവേറ്റീവ്സം പ്രിൻസിപ്പിൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. കൺസർവേറ്റീവ്സം പ്രിൻസിപ്പിൾ ഓർ കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദി പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് 2018 മാർച്ചിൽ ചോദിച്ചതാണ്. സുരക്ഷിതമായി പ്രവർത്തിക്കുക എന്ന നയം ഏത് പ്രിൻസിപ്പിൾ പ്രകാരമുള്ളതാണ്? സുരക്ഷിതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പ്രോഫിറ്റ് എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും നഷ്ട സാധ്യതകൾ എന്തൊക്കെയാണോ അത് നമ്മൾ മുൻകൂട്ടി കാണണം എന്നുള്ളത്. അത് നമ്മൾ സേഫ് ആവുമല്ലേ അവിടെ. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഏതാണ്? അതും കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. അതിൽ പറയാൻ വിട്ടുപോയ 2 ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഒന്ന് 2014 മാർച്ചിൽ ചോദിച്ചതാണ്. വിച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ടു ഇക്വേറ്റ് ദി അസറ്റ്സ് ഓഫ് എ ഫേം വിത്ത് ഇറ്റ്സ് ലയബിലിറ്റീസ്. അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് എന്ന് പറയുന്നതും ഏത് പ്രിൻസിപ്പിളാണ് എന്നുള്ളതാണ്. ഏത് പ്രിൻസിപ്പിളാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ്. ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. അതായത് 2 വശങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നതും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്, അതാണ് 2 വശങ്ങൾ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അതുപോലെ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന 2015 മാർച്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും? ക്രെഡിറ്റ് ഉണ്ടാകും. അങ്ങനെയാണല്ലോ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ജേണൽ എൻട്രി വരുന്നതൊക്കെ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഓർ 2-fold ഇഫക്റ്റ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുക്കാന്നുണ്ടെങ്കിലും അതിന് 2 എഫക്റ്റ് ഉണ്ട്. ഡ്യുവൽ എന്ന് പറഞ്ഞാലും 2 എന്ന് പറഞ്ഞാലും 2 എന്നാണ് അർത്ഥം. അപ്പോൾ ഡ്യുവൽ എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതും ഏത് പ്രിൻസിപ്പിളാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ്. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ തന്നെ ചോദിക്കാം. അപ്പോൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടി പോയ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണേ. അങ്ങനെയും വരാം കേട്ടോ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഇനി നെക്സ്റ്റ്
ക്യാപിറ്റൽ ഈസ് എ ലാബിലിറ്റി ഫോർ ദി ബിസിനസ് 2015 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ലാബിലിറ്റി ആണെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ് ഓണറും രണ്ടായിട്ട് നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കാണുന്നത്. ആരാണോ ബിസിനസ് നടത്തുന്നത് അവർ തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ്. എങ്കിലും കൂടി ഞാൻ ഓണറാണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിങ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്താക്കാൻ പറ്റുമോ? ഇല്ല. ഇത്ര ചിലവായി, ഇത്ര വരവുണ്ടെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണം. എന്നിട്ട് ആ വരവും ചിലവും കഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോഫിറ്റും കിട്ടണം. ആ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കിയ ക്യാപിറ്റലിന് സമാനമായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലെങ്കിലും കിട്ടണം അല്ലേ, അല്ലെങ്കിൽ അത് ആ എമൗണ്ടെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ എന്തിനായാലും ആ ഇറക്കുന്ന ക്യാപിറ്റൽ, അതായത് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ആ ബിസിനസ്സിന് ഒരു ലാബിലിറ്റി ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടിൻജന്റ് ലാബിലിറ്റീസ്. കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ആണ് അനിശ്ചിതകാല ബാധ്യതകൾ. അതായത് 1-2 ദിവസം കൊണ്ടുള്ള ബാധ്യതകൾ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലുള്ള ബാധ്യതകൾ, അനിശ്ചിതകാല ബാധ്യതകൾ. ആർ ഷോൺ ആസ് എ ഫുഡ് നോട്ട് ഇൻ ബാലൻസ് ഷീറ്റ്. അത് ബാലൻസ് ഷീറ്റ് ഒരു ഫുഡ് നോട്ട് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്നത്. അതൊരു കണ്ടിൻജന്റ് ലാബിലിറ്റീസിന് നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് ഫിക്സ്ഡ് ലാബിലിറ്റീസ് ഒന്നും അല്ലാതെ കണ്ടിൻജന്റ് ലാബിലിറ്റീസ് തന്നെ പറഞ്ഞ് കാണിക്കണം എന്നാണ് ഫുഡ് നോട്ടിലോണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിൻജന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞ് കാണിക്കണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്നുള്ളതാണ്. ഈ കണ്ടിൻജന്റ് ലാബിലിറ്റീസിന് ഒരു എക്സാമ്പിൾ ആണ്, പ്രോഡക്റ്റിന് നമ്മൾ വാറണ്ടി ഒക്കെ കൊടുക്കൂലേ, എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങണേ വാറണ്ടിയും ഗ്യാരണ്ടി ഉണ്ടാവാറുണ്ട്. ഗ്യാരണ്ടി വാറണ്ടി പറഞ്ഞാൽ എന്താണ്, ഇത്ര കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് തന്നെയാണ് നമ്മൾ വാറണ്ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാറണ്ടി എന്താണ്, ഒരു കണ്ടിൻജന്റ് ലാബിലിറ്റിയാണ്. അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് പറയുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരമാണ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് മുഴുവനായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ആണ് കണ്ടിൻജന്റ് ലാബിലിറ്റീസ് തന്നെ കാണിക്കണം, കറണ്ട് ലാബിലിറ്റീസ് ആണെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് തന്നെ കാണിക്കണം, ഫിക്സ്ഡ് അസറ്റ്സ് ആണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് തന്നെ കാണിക്കണം. അപ്പോൾ ഇത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തിൽ കാണിക്കണം എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ഫുൾ ഡിസ്ക്ലോഷർ. നെക്സ്റ്റ്, വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഈസ് ആഡഡ് ടു ദി വേജസ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേജസിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് ആഡ് ചെയ്യാറുണ്ട്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആണെങ്കിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസും ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയും കാണിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് കേട്ടോ. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതായത് എക്സ്പെൻസസും റവന്യൂ തമ്മിൽ മാച്ച് ആവണം എന്ന് പറയുന്നതും ഏതിലാണ്? മാച്ചിങ്. ഈ ഒരു ക്വസ്റ്റിന് 2015 മാർച്ചിലും 2019 മാർച്ചിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ഈ കോളം വരച്ച് എഴുതുന്നതിൽ ലാസ്റ്റ് കേട്ടോ, അല്ലാത്ത വേറെ പറയാം. എ ലാൻഡ് ഓർ ബിൽഡിംഗ് പർച്ചേസ്ഡ് ഫോർ ₹5 lakhs ബട്ട് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ വാസ് ₹50,000. അതായത് ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് പർച്ചേസ് ചെയ്യാണ്, അത് ഏതോ ആയിക്കോട്ടെ, ഏതാണ് പർച്ചേസ് ചെയ്തത് 5 ലക്ഷം രൂപക്കാണെന്ന് കരുതാം. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 50,000 രൂപയാണ്. 5 ലക്ഷം രൂപക്കാണ് വാങ്ങിയത്, എന്നാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 50,000 രൂപയാണ്. ഇറ്റ് വാസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം അറ്റ് ₹5 lakh. എന്നാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് 5 ലക്ഷം രൂപയായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് 5 ലക്ഷം രൂപക്കും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയും. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? പർച്ചേസ് ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യൂലേ? കഴിഞ്ഞ വർഷം വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഈ വർഷം വരെ റെക്കോർഡ് ചെയ്യാതിരിക്കുമോ? ഇല്ല. കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപക്ക് നമ്മൾ വാങ്ങിയെങ്കിൽ ആ വാങ്ങിയ ഡേറ്റിന് January 1 വാങ്ങിയതിന് January 1 എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില 50,000 എന്ന് എഴുതിയിട്ട് നമുക്കത് തിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, കഴിഞ്ഞു പോയ വിലയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. 2016 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് ലാൻഡ് ഓർ ബിൽഡിംഗ് എന്ന് പറയാൻ കാരണം അത് ഏത് അസറ്റും ആവാം എന്നുള്ളതുകൊണ്ടാണ്. അതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ 2017 ചോദിച്ചു. എ ബിൽഡിംഗ് വർത്ത് ₹10 lakh പർച്ചേസ്ഡ് ഫോർ ₹8 lakh. 10 ലക്ഷം രൂപ വരുന്ന ഒരു ബിൽഡിംഗ് 8 ലക്ഷം രൂപക്കാണ് വാങ്ങിയത്. അത് റെക്കോർഡ് ദി സെയിം ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ₹8 lakh. എന്നാൽ റെക്കോർഡ് ചെയ്തത് എത്ര രൂപയാണ്? 8 ലക്ഷം രൂപയാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത വിലയിലെ റെക്കോർഡ് ചെയ്യുക, ഇപ്പോഴത്തെ വില റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? 10 ലക്ഷം രൂപേൻ്റെ വില ഉള്ളതാണ്, പക്ഷേ 8 ലക്ഷം രൂപയൊക്കെ വാങ്ങിയത്. അപ്പോൾ ഏത് റെക്കോർഡ് ചെയ്യേണ്ടത്? 8 ലക്ഷം രൂപയാണ്. അപ്പോൾ എത്ര രൂപയുടെ സാധനമാണോ നമ്മൾ വാങ്ങിയത് അതേ വിലയിലാണ്, അല്ലാതെ മാർക്കറ്റ് പ്രൈസ് അല്ല റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര വിലക്കാണോ പർച്ചേസ് ചെയ്തത് ആ പർച്ചേസ് പ്രൈസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതുപോലെ കോളം വരച്ചിട്ട് എഴുതുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് നിർത്തുകയാണ്. ഇതൊക്കെ 1 word ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വന്ന മറ്റു വ്യത്യസ്തമായ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ്
ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എഴുതി വെച്ചാൽ മതി. മിസ്റ്റർ ശ്രീനാഥ് ഓണർ ഓഫ് ദി ബിസിനസ്. മിസ്റ്റർ ശ്രീനാഥ് ബിസിനസിന്റെ ഓണറാണ്. ഇൻവെസ്റ്റർ റുപ്പീസ് 10,000 ഇൻ ഹിസ് ബിസിനസ്. മിസ്റ്റർ ശ്രീനാഥ് അദ്ദേഹത്തിന്റെ ബിസിനസ് 10,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹി ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ദി ബിസിനസ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് റുപ്പീസ് 10,000. ആ 10,000 രൂപക്ക് അദ്ദേഹം ആരാണ്? ക്രെഡിറ്റർ ആണ്. ആൻഡ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി എമൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ആ 10,000 രൂപ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അവിടെ ഏതാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. അപ്പോൾ അവിടെ ഏതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ബിസിനസ്സിന് ഓണർ പിന്നെ ബിസിനസ്സും വേറെയാണെന്ന് പറയുന്നതും ക്യാപിറ്റൽ ലാബിലിറ്റി ആണെന്ന് പറയുന്നതൊക്കെ ഏതാണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അത് ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 ഓഫ് ദി മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. മോഡിഫൈങ് പ്രിൻസിപ്പിൾസിന്റെ കുറെ എണ്ണം നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തും വരും എന്നുള്ളതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പിന്നെ അതുപോലെ ഓഡ് വൺ കണ്ടെത്താനാണ് 4 പ്രിൻസിപ്പിൾ തന്നിട്ട് മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ, ഡുവൽ ആസ്പെക്ട്, ഗോയിങ് കൺസേൺ. ഈ 4 എണ്ണം തന്നിട്ട് അതിൽ നിന്ന് ഓഡ് വൺ കണ്ടെത്താൻ 2013 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് ഏതാവും ഓഡ് വൺ? ഗോയിങ് കൺസേൺ ആണ് അല്ലെ. ഗോയിങ് കൺസേൺ മാത്രം കൺസെപ്റ്റ് ആണ്, ബാക്കി വരുന്നതൊക്കെ പ്രിൻസിപ്പിൾ ആണ്. അതാണ് അതിനുള്ള റീസൺ. ഇനി അടുത്ത് 2014 മാർച്ച് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് എൻറ്റിറ്റി അസംഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിൽ പ്രയോഗിക്കാൻ പറ്റില്ല ബിസിനസ് എൻറ്റിറ്റി അസംഷൻ എന്ന്. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് അല്ലെ. നോട്ട് ആപ്ലിക്കബിൾ എന്നല്ല, എല്ലാ സ്ഥാപനത്തിലും അത് എന്ത് ചെയ്യാം? ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഫോൾസ് എഴുതിയിട്ട് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി അസംഷൻ അപ്ലൈസ് ടു ഓൾ ഫോംസ് ഓഫ് ബിസിനസ് ലൈക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. നെക്സ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് 2015 മാർച്ചിൽ. എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ് വിച്ച് വിൽ ബി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ അത് വീണ്ടും പറയാൻ കാരണം നമുക്കറിയാം 2 ആസ്പെക്ട് ഉള്ളത് ഏതാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിങ് കൺസെപ്റ്റ് റെഫർ ടു എബോവ്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന ജേർണൽ എൻട്രി ഒക്കെ എഴുതുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാം? എഴുതാവുന്നേ ഉള്ളൂ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അതായത് തരുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ താഴെ 4 രൂപം തരുന്നു, കുറെ പ്ലസ് ചെയ്തിട്ടും കുറെ മൈനസ് ചെയ്തിട്ടും. അത് നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ഒക്കെ ശരിയാക്കി തരും. നമുക്കറിയാം ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു എന്താണ്? അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണ്? അസറ്റ്സ് മൈനസ് ലാബിലിറ്റി ആണ്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അതൊക്കെ ശരിയാണ്. അപ്പോൾ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് എടുത്തെഴുതുക. അപ്പോൾ ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് അല്ലേ? ശരിക്കും ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരണം? അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അപ്പോൾ ആ രൂപത്തിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഇൻ എ മീറ്റിംഗ് ദി ജനറൽ മാനേജർ അപ്രീഷിയേറ്റ് ദി സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സ് അച്ചീവ്മെന്റ് ഓഫ് ₹25 lakh സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ 2015. അതായത് ഒരു മീറ്റിംഗിൽ ജനറൽ മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അപ്രീഷിയേറ്റ് ചെയ്യണം അവരുടെ നേട്ടത്തിൽ. അതായത് 25 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്യാണ്. But this activity of the general manager is not recorded in the accounts of the business. എന്നാൽ ഈ ആക്ടിവിറ്റി അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നില്ല? ജനറൽ മാനേജർ റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുമോ? ഇല്ലല്ലോ. നമുക്ക് പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങളല്ലേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഐഡന്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ദിസ് ആക്ടിവിറ്റി ഈസ് നോട്ട് റെക്കോർഡഡ്. ഈ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നും റെക്കോർഡ് ചെയ്യാത്തത്? മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ പ്രകാരം അല്ലേ. അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് എഴുതി കാണിക്കാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പിൾ 3 മാർക്കിനാണ്. അത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. 2016 മാർച്ചിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നിന്ന്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻ AFS എന്ന് ചോദിച്ചതാണ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചോദിച്ചു. രാജേഷ് ഈസ് എ മാനേജർ വിത്ത് ഗ്രേറ്റ് എക്സ്പെർട്ടൈസ് ഇൻ മാനേജ്മെന്റ്. മാനേജ് ചെയ്യാൻ നല്ല കഴിവുള്ള ഒരു മാനേജറാണ് രാജേഷ്. ആൻഡ് ലീഡിങ് ഹിസ് ഫേം വെരി വെൽ. അദ്ദേഹത്തിന്റെ ഫേം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് ഹിസ് എക്സ്പെർട്ടൈസ് ഡസ് നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് ദി ഫേം. എന്നാലോ ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് രേഖകൾ അദ്ദേഹത്തിന്റെ നൈപുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ രേഖപ്പെടുത്തുമോ അക്കൗണ്ടിങ്ങിൽ? ഇല്ലല്ലോ. ഇറ്റ് ഈസ് ജെന്യൂൻ അക്കോർഡിംഗ് ടു ദി റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അത് അക്കൗണ്ടിങ്ങിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യായമാണോ എന്നാണ്. ന്യായമാണോ? റെക്കോർഡ് ചെയ്യോ?
ന്യായമാണ് അല്ലേ? അതായത് ഈസ് ഇറ്റ് ജെന്യുവൻ അക്കോർഡിംഗ് ടു ദി റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്താ പറഞ്ഞത്? നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ അത് കാണിക്കൂല എന്നാ പറഞ്ഞത്. അപ്പൊ ജെന്യുവൻ അല്ലേ? കാണിക്കുവോ? ഇല്ല. അപ്പൊ അത് ഈസ് ഇറ്റ് ജെന്യുവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ആൻസർ? യെസ് എന്നാണ്. ഇനി പറയുന്നത് സ്റ്റേറ്റ് യുവർ ആൻസർ വിത്ത് റീസൺ. നിങ്ങളുടെ റീസൺ എഴുതാം. അത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എഴുതാം. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യും. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കുറേ എണ്ണമുണ്ട്. അതൊരുപാട് പഠിച്ചു വെക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 5-6 മാത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പുതിയൊരു ഏരിയ നമ്മുടെ ഈ ചാപ്റ്ററിലോട്ട് കൊണ്ടുവന്ന GST, അതിനെക്കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ ബാക്കി നമുക്ക് 3rd ചാപ്റ്ററും കൂടെ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.